എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുണ്ടാകുന്ന ശല്യം ഉൾപ്പെടെയുള്ള അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കാലികൾ, ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പഴിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തെരുവുനായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ, കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് ABC നടത്താനുള്ള ഒരു കേന്ദ്രം വെറ്റിനറി വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. തനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എത്ര തവണ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ കൈ കഴുകുന്ന സമീപനമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അത് തെറ്റായ കാര്യമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അധികാരം ജില്ലാ പഞ്ചായത്തിന് പ്രത്യേകമായിട്ട് ഇത് പിടികൂടാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ഡോഗ് സ്ക്വാഡിനെ ഉണ്ടാക്കണം, അതിനാവശ്യമായ ആളുകളെ നിയമിക്കണം. ഷെൽട്ടർ, ഈ നായയെ പിടിച്ചാൽ പോരാ, പിടിച്ചുകൊണ്ടുവരുന്ന നായയെ പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇതെല്ലാം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിനുള്ള ഫണ്ട് വിലയിരുത്താനും അവർക്ക് അധികാരം. ഈ തെരുവുനായ ശല്യം കുറെ നാളുകളായല്ലോ, പക്ഷെ എന്തെങ്കിലും രീതിയിലുള്ള ഫണ്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ? ഇതിനുവേണ്ടി നമ്മുടെ അറിവിൽ ഒരു ഫണ്ടും ഇതുവരെ നീക്കിവെക്കാൻ തയ്യാറായിട്ടില്ല. ആകെ 2 കൂട് ഇവിടെ നായയെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ള മറുപടി. നമുക്കറിയാം 2 കൂട് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? എന്റെ ഡിവിഷനിലെ കഴിഞ്ഞ ദിവസം നായ പഠിച്ചു, പിറ്റേ ദിവസം നമ്മൾ പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ അവരാണ് വരുന്നത്. അല്ലാതെ ജില്ലാ പഞ്ചായത്തിന്റെ അല്ലാതെ നായ പിടിക്കാനുള്ള ഒരു സൗകര്യവും കണ്ണൂർ കോർപ്പറേഷൻ ഇല്ല. ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ജില്ലയിലാകെ അത് നടപ്പാക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് കണ്ണൂർ കോർപ്പറേഷൻ. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ കേന്ദ്രീകരിക്കുന്ന പട്ടണ പ്രദേശമാണ്. അതുകൊണ്ട് കോർപ്പറേഷന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഇനി 4 മാസം കൂടിയാണ് ഈ കോർപ്പറേഷന്റെ കാലാവധി ഉള്ളത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇറങ്ങി പോരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നായശല്യത്തിന് ഒരു ചെറുവിരലനക്കാൻ കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അപമാനകരമാണ്. അത് ഈ കോർപ്പറേഷന്റെ മാത്രം വീഴ്ചയായിട്ട് ഇതിനെ എങ്ങനെ കാണാൻ സാധിക്കും? അതിൽ സർക്കാരിന്റെ കൂടി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ കൂടി ഇടപെടൽ ആവശ്യമല്ലേ? അല്ല, ജില്ലാ പഞ്ചായത്താണ് പടിയൂരിലെ ABC സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ ഒന്നുകൂടി ഇപ്പൊ ഒരു ഷെൽട്ടർ കൂടി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യത്തിൽ നായന്റെ ശല്യം നമുക്കറിയാം വലിയ രൂപത്തിൽ വർദ്ധിച്ചു വരികയാണ്. ജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയാവാണ്. നിയമപരമായിട്ട് മറ്റൊന്നും ചെയ്യാൻ നമുക്കറിയാം അനുവാദമില്ല. പഴയതുപോലെ നായനെ കൊല്ലാനുള്ള അനുവാദമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ചെയ്യാൻ കഴിയുന്ന നായ്ക്കളെ, അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടിക്കുകയും അതിനെ വന്ധ്യീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതിന് മുൻകൈ എടുക്കണം. അങ്ങനെ പഴിചാരിക്കൊണ്ട് നിന്നുകൊണ്ട് കാര്യമുണ്ടോ? കോർപ്പറേഷൻ പരിധിയിലെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ കോർപ്പറേഷൻ ഉത്തരവാദിത്വമില്ലേ? അത് ജില്ലാ പഞ്ചായത്തിനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ ഇവർ ചെയ്യേണ്ടത്?